എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യൗവനക്കാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ സക്രിയ പ്രവാചകന്റെ 13-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ ജീവിതത്തിൽ അനവധിയായ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വന്നു ചേരുമ്പോൾ, ഫലവിധമായ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, ദൈവം എന്തിനാണ് ഈ പ്രയാസം എനിക്ക് തന്നത്? ഈ പ്രയാസങ്ങളെ മാത്രമാണ് ദൈവം എനിക്ക് തരുന്നത്. എനിക്ക് മറ്റൊരു നന്മകളോ മറ്റു സുഖസൗകര്യങ്ങളോ ഭൗതികമായ ഉന്നതിയോ ഒന്നും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ മക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കിട്ടുന്നില്ല. എൻ്റെ കർത്താവേ, ഇതെന്താണ്? അങ്ങ് എന്താണ് എന്നോട് മാത്രം ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളിലൂടെയുമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെയും കടന്നു പോകുന്നത്. പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അടിക്കടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് രോഗദുരിതങ്ങൾ, മറ്റു പല പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, കടഭാരങ്ങൾ, ജീവിതത്തിൽ നാളെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങൾ, ഉറ്റവരാലും ഉടയരാലും വെറുക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയജനങ്ങളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ദൈവം സ്വീകരിക്കുന്നു, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. അത്യധികമായിട്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അടിക്കടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്, ദുഃഖിക്കരുത്, മറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. കാരണം ഈ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദൈവം നിങ്ങൾക്ക് നിശ്ചയമാക്കി തന്നിരിക്കുന്നതാണ്. അതിനെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. പക്ഷെ ദൈവത്തിന് മാത്രമേ അത് തീരുമാനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് വിടുതൽ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 9 പറയുന്നത്, തീയിൽ കൂടി കടത്തി വെള്ളം ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവർക്ക് ഉത്തരം അരുളും. നിങ്ങൾ സുഖത്തിലൂടെ മാത്രം നടക്കുമ്പോൾ, സന്തോഷത്തിൽ കൂടെ മാത്രം നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ പറ്റി ചിന്തിക്കത്തില്ല. അപ്പൊ ദൈവത്തെ പറ്റി ചിന്തിക്കണം തൻ്റെ ജനങ്ങളെന്ന് ദൈവത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പറ്റി ചിന്തിക്കാനായിട്ടാണ് ദൈവം നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടവരാണ്. അവർ എൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവം എന്ന് അവരും പറയും. എന്ത് മനോഹരമായിട്ടാണ് സക്രിയ പ്രവാചന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.